ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ നമ്മളെ വൈജയന്തി നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് അമ്മയോടൊക്കെ യാത്ര പറയുന്നുണ്ട്. എന്തായാലും നിന്റെ മനസ്സിന്റെ ദുഷ്ടത കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്, അതൊക്കെ മാറ്റിവെച്ച് നീ നന്നായി ജീവിക്കാൻ നോക്ക് വൈജയന്തി എന്ന് അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ വൈജയന്തിക്ക് കൂടുതൽ ദേഷ്യം വരുന്നുണ്ട്. ഓ, അമ്മയുടെ ഒരു ഉപദേശം കൂടി വേണ്ടതായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വന്നത് അമ്മയോട് യാത്ര പറയാനാണ്, അല്ലാതെ ഈ ഉപദേശം കേൾക്കാനൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. വൈജയന്തി പറയുമ്പോൾ വൈജയന്തിയുടെ ഭാഗത്തൊരു തെറ്റുമില്ല, എല്ലാ തെറ്റും അലീനയുടെയും ബാലചന്ദ്രന്റെയും നേർക്കാണെന്നാണ് വൈജയന്തി ധരിച്ചു വെച്ചിരിക്കുന്നത്. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്തായാലും ഇപ്പൊ തൽക്കാലം പോകുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് റൂമെന്ന്. ആ സമയത്ത് പറയുന്നുണ്ട്, ഓ ഞാൻ ഇടയ്ക്ക് വരുന്നുണ്ട്, നല്ലപോലെ നോക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അമ്മയാണെങ്കിൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ മോൾക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ, അവിടെ പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് ക്ഷീണിച്ചപ്പോൾ ബാലചന്ദ്രൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കാർ നിർത്തുന്നുണ്ട്. ഒരു പുഴയുടെ കരയിലാണ് കാർ നിർത്തുന്നത്. അവിടെ അലീനെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ എന്താ വെച്ചാ വണ്ടി നിർത്തിയത്, ഇവിടെയാണോ നമ്മളെ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇനിയും ഒരുപാട് ദൂരം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്, ഞാൻ ക്ഷീണിച്ചു, ഇനിയൊന്ന് നെടുംവീർപ്പിടണം, നല്ല ശ്വാസം വലിക്കണം, ഇവിടെ നല്ല സ്ഥലമാണ്, അപ്പോൾ ഒന്ന് പുറത്തിറങ്ങണം, അതുകൊണ്ട് നിർത്തിയതാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാറിന്ന് അലീനയും ഇറങ്ങുമ്പോൾ ബാലചന്ദ്രന്റെ മുഖത്തെ എന്തോ ഒരു വല്ലായ്മ അലീനയ്ക്ക് തോന്നുന്നുണ്ട്. അച്ഛൻ എന്താ എന്തോ പതറുന്നുണ്ടല്ലോ, എന്തോ ടെൻഷൻ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അതെ എനിക്ക് ടെൻഷൻ ഉണ്ട്, നിനക്കെങ്ങനെ മനസ്സിലായി എന്ന് ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി, അച്ഛൻ എന്നെ ആലോചിച്ചിട്ടാണോ ടെൻഷൻ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ, നിന്നെ ആലോചിച്ചിട്ട് തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും, ഇനി അറിയാതെ പോയ അലീനയുടെ എല്ലാ സത്യങ്ങളും ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പം പോകുന്നത് സ്റ്റാലിൻ ജോസഫ് എന്ന ഒരാളുടെ വീട്ടിലേക്കാണ്. ആരാണ് സ്റ്റാലിൻ എന്നുള്ള കാര്യം നിനക്കറിയില്ലേ? ആഗ്രയിൽ വെച്ച് 23 വർഷങ്ങൾക്ക് മുൻപ് നിന്റെ അമ്മ വൈജയന്തി ഒരാളുമായിട്ട് ജീവിച്ച കഥ നിനക്കറിയില്ലേ? അവിടെ വെച്ച് നിന്റെ അമ്മ സ്നേഹിച്ചത് സ്റ്റാലിനെ ആയിരുന്നു, അവരവിടെ താമസിച്ചു, ലിവിങ് ടുഗദർ ആയിരുന്നു. അങ്ങനെ വൈജയന്തി ഇങ്ങനെ ഒരാളുമായിട്ട് താമസിക്കുന്നുണ്ട് എന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞു. അങ്ങനെ അവളെ അവിടുന്ന് ഇങ്ങോട്ട് തട്ടിക്കൊണ്ടുവന്നു. ആ സമയത്ത് സ്റ്റാലിനി അവിടെ ഇല്ലായിരുന്നു. എന്തായാലും അവൾക്ക് അവിടെ ഒരു ജോലിയൊക്കെ ഏർപ്പാടാക്കി കൊടുത്തിരുന്നു, ഒരു സ്കൂളിലെ ടീച്ചറായിട്ട്. അത്രയ്ക്കും സ്വാധീനമുള്ള ഒരാളായിരുന്നു ഈ സ്റ്റാലിനി എന്ന് പറഞ്ഞ ആള്. ഭയങ്കര കോടീശ്വരനാണ്. അങ്ങനെ അവളെ ഇങ്ങോട്ട് തട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ ആ സമയത്ത് വൈജയന്തി പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഇതൊക്കെ ബാലചന്ദ്രൻ അയാളിൽ നിന്ന് അറിഞ്ഞ സത്യങ്ങളാണ് കേട്ടോ. പൂർണ്ണ ഗർഭിണിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാനിപ്പോ ഇനി കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ. ആ ഒരു സ്റ്റാലിനീന്റെ അടുത്തേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. അപ്പം സ്റ്റാലിനി നിന്റെ ആരായിട്ട് വരും എന്നുള്ള കാര്യം നിനക്കറിയാലോ. എന്റെ പപ്പയാണല്ലോ അച്ഛാ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മളെ അലീനയ്ക്ക് ഒരു ഷോക്കും കൂടിയായി. അതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് സ്വന്തം അച്ഛൻ ഉണ്ടെന്നുള്ള കാര്യം ഏതൊരു മക്കൾക്കും അറിയാം, എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടെന്നുള്ള കാര്യം അറിയാം. പക്ഷെ നീ എന്തിനാ ഇങ്ങനെ പതറുന്നത്, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, അമ്മ ഉണ്ടാവുമ്പോൾ നിനക്ക് എന്തായാലും എവിടെയെങ്കിലും ഒരു അച്ഛനും ഉണ്ടാവും എന്നുള്ള കാര്യം നിനക്ക് ആലോചിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ, അച്ഛൻ എനിക്ക് പേടിയാണ് തോന്നുന്നത് എന്നൊക്കെ ഇവള് പറയുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തില്ലേ, നീ ഈ വീട്ടിൽ നിന്ന് പോണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ എവിടെയും കൊണ്ട് കളഞ്ഞിട്ടില്ലല്ലോ, നിന്റെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി പോകുന്നത്, അവിടെ നീ സുരക്ഷിതമായിരിക്കുന്നു എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവിടേക്ക് ഞാൻ നിന്നെ കൊണ്ടുവിടുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് വേണമെങ്കിൽ നിന്റെ അച്ഛൻ്റെ അടുത്ത് അവിടെ കൊണ്ടുവിട്ടിട്ട്, ഇതാ നിങ്ങളുടെ മകള്, ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ എന്ന് പറയാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തോ? ഞാനതൊരിക്കലും ചെയ്തിട്ടില്ല, ഇനി ഒരിക്കലും അത് ചെയ്യാൻ പോകുന്നുമില്ല. എനിക്ക് എന്തായാലും നിന്റെ സന്തോഷമാണ് ഏറ്റവും വലുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര പേടിട്ടോ. സ്വന്തം പപ്പയുടെ അടുത്തേക്കാണ് പോകുന്നതെങ്കിൽ കൂടി ഈ ഒരു കഥ ഇപ്പോഴല്ലേ അവൾ അറിയുന്നത്. എന്താ അച്ഛൻ എന്നോട് മുന്നേ പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നിനക്ക് നിന്റെ മനസ്സിനെ പാകപ്പെടുത്താനുള്ള ഒരു സമയം ഇല്ലാതെയായി പോകും. അപ്പം നീ അത് മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഇപ്പോഴെങ്കിലും ഞാൻ നിന്നോട് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം, നിനക്കവിടെ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും വീണ്ടും കാറിലേക്കൊക്കെ കയറുന്നുണ്ട് കേട്ടോ. കാറിൽ കയറുന്നതിന് മുൻപ് ബാലചന്ദ്രൻ വെള്ളം കുടിക്കുന്നുണ്ട്. ആ വെള്ളത്തിന്റെ ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ അടുത്ത് മുഖം കഴുകാനൊക്കെ പറയുന്നുണ്ട്. കാരണം അലീന കുറച്ച് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി മുഖം കഴുകാൻ പറയുന്നുണ്ട്. കാറിൽ കയറിയതിന് ശേഷവും അലീന ചോദിക്കുന്നത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അച്ഛന് എന്നെ തിരിച്ചറിയുമോ,
ഞാൻ വരുന്ന കാര്യം അച്ഛൻ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തിൻ്റെ മകളാണെന്ന് അയാൾക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിന്നെ കൊണ്ടുവരാൻ അയാൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മകൾ എൻ്റെ അടുത്തുണ്ട്, അങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അയാൾ കൊണ്ടുവരാൻ പറഞ്ഞു. 3 ദിവസം എടുത്തു അതിൻ്റെ ആൻസർ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നീ സുരക്ഷിതമായിരിക്കും എന്ന് വിചാരിക്കാം, നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്കല്ല നീ പോകുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് പേടിയാവുന്നുണ്ട്. അവിടെ അയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടാവില്ലേ? അപ്പോൾ ആ കുടുംബവും കൂടി ഞാൻ ചെന്നാൽ നഷ്ടപ്പെട്ടു പോവില്ലേ? അവിടെ സ്വസ്ഥതയില്ലാതെയായി തീരില്ലേ? ഇവിടുന്ന് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇപ്പം ഞാൻ രക്ഷപ്പെട്ട് വന്നിട്ടുള്ളൂ, വീണ്ടും അതിനേക്കാൾ തീക്കൂടത്തിലേക്കാണോ ഞാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വെറും ഒരു ജോലിക്കാരിയായിട്ടാണ് പോകുന്നതെങ്കിൽ എനിക്ക് ഇത്ര ടെൻഷൻ ഇല്ലായിരുന്നു. അവിടുത്തെ ജോലി മാത്രം ചെയ്ത് അവിടെ ജീവിച്ചാൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ആ അച്ഛൻ്റെ മകളാണ് ഞാനെന്ന് അറിഞ്ഞപ്പോൾ ആ അച്ഛൻ എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അതെനിക്ക് വിഷമാവില്ലേ? അത് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടുമോ? അവരുടെ കുടുംബത്തിന് ഇഷ്ടപ്പെടുമോ ഞാൻ അവിടെ താമസിക്കുന്നതൊക്കെ? അത് അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ ചോദിച്ച് ടെൻഷൻ ആവുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഓ ഇത്രയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, അതേക്കുറിച്ചൊന്നും ഞാൻ മനഃപൂർവ്വം ഓർക്കാതിരുന്നതാണ്, ഓർത്തിട്ട് കാര്യമില്ല, കൂടുതൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർക്കാതിരുന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ പ്രശ്നം തന്നെയാണ് നെടുമ്പുകരയ്ക്കൽ വീട്ടിൽ അലീനയ്ക്ക് ഉണ്ടായിരുന്നത്. അവൾ വന്നതിന് ശേഷം ആ കുടുംബം തകർന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാലനും അതുപോലെ തന്നെ വൈജയന്തിയും നമ്മുടെ പ്രശ്നങ്ങൾ കൂടി അവൾ വന്നപ്പോൾ അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇതേ സെയിം പ്രശ്നം തന്നെ അവൾ ഇനി അങ്ങോട്ട് പോയാലും അവിടെയും ഉണ്ടാവില്ലേ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരെയും ഒരുമിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാൾ, അവൾ കാരണം കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോവില്ലേ എന്ന് ആലോചിച്ചിട്ട് അവൾക്ക് വീണ്ടും ടെൻഷനായി. കാരണം ഒരു പക്ഷേ അവളൊരു വെറും ഒരു ജോലിക്കാരിയായിട്ടാണ് പോകുന്നതെങ്കിൽ ആരും അവളെ സ്നേഹിച്ചാലും സ്നേഹിച്ചിട്ടില്ലെങ്കിലും അവൾക്കൊരു കുഴപ്പമുള്ള കാര്യമല്ല. അവിടെ അവൾക്കൊരു മകളായിട്ട് സ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി അവൾക്ക് കൂടുതൽ മാനസിക സംഘർഷം ഉണ്ടാവും. കാരണം സ്വന്തം അച്ഛന് മകളെ തിരിച്ചറിഞ്ഞിട്ടും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ മകൾക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും എന്നുള്ള കാര്യം അലീനയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അലീന ഇത്രമാത്രം ആഴത്തിൽ ചിന്തിച്ചപ്പോൾ അത് കേൾക്കുന്ന ബാലചന്ദ്രനും വിഷമായി. എന്തായാലും സ്വന്തം മകളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരിക്കും ശാലിനി ജോസഫ് എന്നുള്ള കാര്യം നമുക്ക് ആഗ്രഹിക്കാം, അങ്ങനെ പ്രതീക്ഷിക്കാം. എന്തായാലും വൈജയന്തി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. മനുവാണ് അവളെ കൊണ്ടുവിടുന്നത്. പോകുന്നതിന് മുൻപ് ഗംഗേട്ടനും ശിവേട്ടനും ഒക്കെ അവളെ ഉപദേശിക്കുന്നുണ്ട്, ഇനി അവിടെ പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, നല്ലപോലെ ജീവിക്കണം എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഓ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാനാണല്ലേ, ഓ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, എല്ലാവരുടെയും കണ്ണിലും ഞാനാണല്ലോ പ്രശ്നക്കാരി എന്ന് പറയുന്നുണ്ട്. മനുവിന്റെ അടുത്ത് വൈജയന്തിയെ കൊണ്ടുവിടാൻ വേണ്ടി പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അപ്പൊ നിങ്ങളല്ലേ കൊണ്ടുവിടുന്നതെന്ന് ശിവേട്ടനോടും ഗംഗേട്ടനോടും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു നിങ്ങളാണ് കൊണ്ടുവിടുന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഓ നിനക്ക് പറ്റിയ ആളൊന്നും ഇപ്പൊ അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ എന്നെ കൊണ്ടുവിടണ്ടാന്ന്. അപ്പൊ മനു പറയുന്നുണ്ട്, എനിക്ക് എന്ത് ബുദ്ധിമുട്ട്, ഞാൻ ആന്റിയെ കൊണ്ടുവിട്ടോളാം എന്ന് പറഞ്ഞിട്ട് മനുവാണ് കൊണ്ടുവിടുന്നത് കേട്ടോ. അങ്ങനെ കമലയോട് വീണ്ടും യാത്ര ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, ഓ നീ ഒന്ന് പോവുമോ, അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി, എന്നിട്ട് നീ അവിടെ നല്ലപോലെ നിൽക്കുക, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് തന്നെയായിരിക്കും നല്ലതെന്ന് വൈജയന്തിയും പറയുന്നുണ്ട്. എന്തായാലും അലീന പോയി കഴിഞ്ഞതിന് ശേഷം വൈജയന്തി അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ എന്തായാലും ഇപ്പോൾ അവിടെ ഉണ്ടാവില്ല. പക്ഷെ ബാലചന്ദ്രൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രൻ എന്തായാലും പഴയ പോലെ ആയിരിക്കില്ല, അതിനേക്കാൾ കൂടുതൽ ദേഷ്യത്തിലായിരിക്കും ചിലപ്പോൾ വൈജയന്തിയുടെ അടുത്ത് പെരുമാറുന്നത്. കാരണം വൈജയന്തി കാരണമാണ് അലീന വീട്ടിൽ നിന്ന് പോയതെന്ന് ബാലചന്ദ്രന് തോന്നും. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് കാത്തിരുന്ന് കാണാം. അപ്പൊ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.